ഈ ചങ്ങായിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കളയണം ഗൈസ്. ഇന്നലെ റയൽ മാഡ്രിഡ് കോപ്പ ഡെൽ റേയിൽ ഒരു സെക്കൻഡ് ഡിവിഷനിൽ കിടക്കുന്ന ടീമിനോട് തോറ്റിട്ടുണ്ടായിരുന്നു. ഇത് റയൽ മാഡ്രിഡിന്റെ പുതിയ കോച്ചായിട്ടുള്ള അർബിയോളയുടെ ഫസ്റ്റ് മാച്ചും ആയിരുന്നു. സാബി അലോൺസോ പോയിന്റ് ശേഷം ഇയാൾ എന്താണ് ആളുടെ ഫസ്റ്റ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതെന്ന് നമുക്കറിയാം. ആളുടെ ഫിലോസഫി എന്ന് പറയുന്നത് വിന്നിംഗ് ആണെന്നായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് മാച്ചിൽ തന്നെ ഒരു സെക്കൻഡ് ഡിവിഷനിൽ കിടക്കുന്ന ടീമിനോട് ഇങ്ങനെ ഹ്യൂമിലിയേറ്റഡ് ആവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആദ്യം ആൽബസെറ്റി എന്ന് പറയുന്ന സെക്കൻഡ് ഡിവിഷൻ ടീം കോർണർ വഴി ഒരു ഗോൾ അടിച്ച് ലീഡ് എടുത്തു. പിന്നെ മസ്റ്റാൻഡോനോ എങ്ങനെയൊക്കെ ഒരു ഗോൾ അടിച്ച് മാഡ്രിഡിനെ ഈക്വലൈസ് ആക്കി. പിന്നെ 82-ാം മിനിറ്റിൽ വീണ്ടും ആൽബസെറ്റ് അവരുടെ രണ്ടാമത്തെ ഗോൾ അടിച്ചു. ആ ഗോൾ വന്നതോടുകൂടി മാഡ്രിഡിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ 92-ാം മിനിറ്റിൽ ഗൊൺസാലോ ഗാർഷ്യ ഒരു ഹെഡർ വഴി വീണ്ടും ഈക്വലൈസ് ചെയ്തു. പിന്നെ അടുത്ത മിനിറ്റിൽ തന്നെ കർവാലിന്റെ ഭാഗമായിട്ട് ആൽബസെറ്റ് അടുത്ത ഗോൾ അടിച്ച് മാച്ച് മാഡ്രിഡ് തോറ്റു എന്ന് മാത്രമല്ല അവർ കോപ്പ ഡെൽ റേയിൽ നിന്ന് ഔട്ട് ആവുകയും ചെയ്തു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കോച്ചിന്റെ പ്രോബ്ലം ആണോ അതോ പ്ലേയേഴ്സിന്റെ പ്രോബ്ലം ആണോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ.